الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم يحشر الناس يوم القيامة حفاة عراة عرلا صدق رسول الله صلى الله عليه وسلم رب ربه لم يعرفا ولم يروب ربيبه لكن أضل القوم بالآراء راء لا إله إلا الله زر ريح المصطفى وزد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله سلسبيلا صار شل شريعة ولا تفشل മഹനീയമായ സദസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹനീയമായ സംഗമം അവൻ ഇഷ്ടപ്പെട്ട അമലായി നമ്മൾ ഇന്നും സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നാഥനായ റബ്ബ് എല്ലാ പ്രയാസങ്ങളും മാറി സന്തോഷകരമാകുന്ന ജീവിതം നമുക്ക് അല്ലാഹു സംജാതമാക്കുമാറാവട്ടെ. മഹദിയവരുടെ ഉറൂസിന്റെ മഹാമഹം ഇൻഷാ അല്ലാഹ് ഇന്നതിന്റെ പരിസമാപ്തി കുറിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി നടന്നതാകുന്ന മതപ്രഭാഷണ സദസ്സുകൾ, അതിൽ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉലമാക്കൾ, ഉമറാക്കൾ, സജ്ജനങ്ങൾ, മോമിനീങ്ങൾ, മൊമിനാത്തുകൾ എല്ലാവരുടെയും ഹലാലായ സദുദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹം കൊണ്ട് നിലകൊണ്ടവരുണ്ടോ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും ഇത് പ്രാർത്ഥനയുടെ ദിവസമാണ്. സാദാത്യങ്ങൾ, ഉലമാക്കൾ, ധാരാളം മഹൽ വ്യക്തിത്വങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. ഈ സദസ്സിൽ താഴെ മണൽപ്പുറ്റിലിരിക്കുന്ന പല ആളുകളും ഉന്നതരായ ആളുകളാണ് എന്നല്ല, നമുക്ക് പരിചയമില്ലാത്ത ആളുകളിൽ തന്നെ ദുആഇന് ഇജാബത്തുള്ള നല്ല സാലിഹീങ്ങളായ ആളുകൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാരിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനായി നമ്മൾ മാറാൻ പാടില്ല. ഇന്നെല്ലാ തിന്മകളിലേക്കും മനുഷ്യൻ വഴുതി മാറിക്കൊണ്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളിൽ വിജയിച്ചവർ ആര് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
قد أفلح المؤمنون قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ലോകരെ പഠിപ്പിക്കുകയാണ്. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. الذين هم في صلاتهم خاشعون. അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. നിസ്കരിച്ചാൽ മാത്രം പോരാ, നമസ്കാരത്തിൽ ഖുശൂഉള്ളവരാണ്. വബിദോടുകൂടി അല്ലാഹുവിലേക്ക് മുറിഞ്ഞ് ഇബാദത്ത് എടുക്കുന്നവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ ഉദാഹരണമായി, വിജയിച്ച മുഅ്മിനീങ്ങളുടെ അടയാളമായി അല്ലാഹു രേഖപ്പെടുത്തുന്നത് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഏതെല്ലാം മോശപ്പെട്ട പ്രവണതകളുണ്ടോ, ഏതെല്ലാം തിന്മകളുണ്ടോ, ഏതെല്ലാം അധാർമികമാകുന്ന പ്രവണതകളുണ്ടോ, ഏതെല്ലാം അശ്ലീലമാക്കപ്പെട്ട ചെയ്തികളുണ്ടോ, ഏതെല്ലാം മോശപ്പെട്ടതാകുന്ന കാര്യങ്ങളുണ്ടോ, അതിൽ നിന്നെല്ലാം പരിപൂർണമായി ഒഴിഞ്ഞു മാറി, അതിൽ നിന്നെല്ലാം തെന്നി മാറിക്കൊണ്ട് ഇസ്ലാമിന്റെ ആദർശം പരിപൂർണമായി മുറുകെ പിടിച്ച് ജീവിക്കുന്നവരെ അവരും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ എല്ലാ അശ്ലീലതകളിൽ നിന്നും ശുദ്ധമായ ഖുർആനിന്റെ ആകുന്ന ആ സൂക്തങ്ങൾ വിജയിച്ചു. അത് കള്ളുകൂടി മാത്രമല്ല, വ്യഭിചാരം മാത്രമല്ല, ഏതെല്ലാം അശ്ലീലതകൾ പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് വരച്ചു കാട്ടിയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം പരിപൂർണമായി പാടെ ഒഴിഞ്ഞു നിന്ന് ഇസ്ലാമിന്റെ ആദർശത്തിൽ പരിപൂർണമായി നിലകൊള്ളുന്ന യഥാർത്ഥ മുഅ്മിൻ അവനാണ് വിജയിച്ചത്. ഖദ് അഫ്ലഹ, അവൻ വിജയിച്ചിരിക്കുന്നു. അല്ലാഹു പറയും. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്തിനാണ് ഭീമാപ്പള്ളിയിലെ കർമ്മോത്സുകരാകുന്ന പരിപാലക സമിതികൾ ഇത്തരത്തിലുള്ള ഒരു മതവിജ്ഞാന വേദി 10 ദിവസങ്ങളായി നടത്തുന്നതിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യമെന്ന സമൂഹത്തിൽ നിന്ന് അക്രമമില്ലാതാകും. അതൊന്നും വേണ്ട. ഇപ്പോഴും ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭീമാപ്പള്ളിക്ക് എതിരെ കുതിര കയറുന്നവരുണ്ട്. ഭീമാപ്പള്ളിയിൽ ഗാനമേളയുണ്ടത്രേ, ഭീമാപ്പള്ളിയിൽ DJ പാടുണ്ടത്രേ. ആരായി പറയുന്നത്? ഇന്ന് വരെ ഭീമാപ്പള്ളിയും പരിസരവും ഇതിന്റെ മെമ്പറും മെഹ്റാബും മക്കാമും കാണാത്താണ്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഭീമാപ്പള്ളി ഇന്ന് വരെ വന്നിട്ടേ ഇല്ല. പിന്നെ ആരാണ് ഇത് പ്രചരിപ്പിക്കുന്നത്? വിദഅത്തിന്റെ ആളുകൾ, അഹ്ലുസുന്നയുടേതാകുന്ന വക്താക്കൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾ ഭീമാപ്പള്ളിയുടെ ചാരത്തെത്തിയാൽ ഇവിടെ നടക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മനോഹരമായ പ്രവർത്തനമാണ്. ഈ 10 ദിവസവും നിലകൊണ്ടത് ജനങ്ങളിലേക്ക് പരിപൂർണമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ കേരളത്തിലെ സമുന്നതരാകുന്ന ആലിമീങ്ങളെ കൊണ്ടുവന്ന്, പണ്ഡിത മഹത്തുക്കളെ കൊണ്ടുവന്ന് ദീനിന്റെ ദഅവത്ത് നടത്തുക. നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞില്ല തുടക്കത്തിൽ തന്നെ, സഹോദരിമാരെ നിങ്ങൾ മാറി അപ്പുറത്ത് പോയി. ഈ മറ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവൂല. ഈ മറയിടുന്ന വിഷയത്തിൽ ശക്തമായി പറഞ്ഞപ്പോ ഈ നാട്ടിലേതാകുന്ന ജനങ്ങൾ അത് ഏറ്റെടുത്തു. മഹല്ലിലെ പരിപാലക സമിതികൾ അത് സമ്മതിച്ചു. നമ്മുടെ മക്കാമിനകത്തും അത്തരത്തിൽ മനോഹരമായ മറ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ മറ എന്നുള്ളത് ഇസ്ലാമിന്റെ ആദർശമാണ്. അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയുമ്പോ അത് കൃത്യമായി നമ്മുടെ മഹത്തുക്കൾ ഇമാമികൾ അത് രേഖപ്പെടുത്തി വെച്ചത് പറയുമ്പോ വളരെ സന്തോഷപൂർവ്വം അൽഹംദുലില്ലാ പരിപാലകത ഏറ്റെടുത്തു, വൃത്തിയായി അത് ചെയ്തു. നമ്മൾ നടപ്പിൽ വരുത്തണം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതിനെന്ത് വേണം? നമ്മളിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും ഇങ്ങനെ വന്നിരിക്കും, അവരോട് പറയണത് ഇവിടെ അല്ല, നിങ്ങളുടെ സീറ്റ് അപ്പുറത്താണ്, ഒന്ന് ഉണർത്തിയാൽ മതി. നമ്മൾ അത്ര മതിയല്ലോ. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അതിന് കുറ്റപ്പെടുത്തല്ല വേണ്ടത്. ജനങ്ങളിൽ ഏതെങ്കിലും ഒരു തിന്മ കാണുമ്പോ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവരെ മോശത്തരമാകുന്ന വർത്തമാനം പറഞ്ഞ് ഇസ്ലാമിന്റെ ആദർശത്തിൽ നിലകൊള്ളുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യല്ല വേണ്ടത്. പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ആദർശങ്ങൾ പറയുന്നത്